നമസ്കാരം. ഇതാണ് കമ്മികളുടെ കുഴപ്പം. ചോരത്തിളപ്പ് വല്ലാതെ കൂടുതലാണ്. ഈ ചോരത്തിളപ്പ് കാണിച്ച കുറേ പേരാണ് ഈ ED കയറി ആക്രമിച്ചിട്ട് 10-60 ദിവസം ജയിലിനുള്ളിൽ കഴിഞ്ഞത്. പിണറായിയും ചെന്നില്ല, മകൾ വീണയും ചെന്നില്ല. എന്നിട്ട് ഇതുകൊണ്ടൊന്നും കമ്മികൾ പഠിക്കില്ല. കാരണം തലയിൽ ആളുതാമസമില്ലാത്തവർ ഇങ്ങനെ പലതും കാണിച്ചു കൂട്ടും. വീണ്ടും ഇത്തരത്തിലൊരു കമ്മിയുടെ കവലപ്രസംഗമാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. അത് മറ്റാരുമല്ല, വിവാദ നായകൻ കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. കൊന്നും കൊലവിളിച്ചും തന്നെയാണ് പാർട്ടി ഇതുവരെ വളർന്നതെന്ന്, പാർട്ടിക്കും മാന്തുന്നതും മാന്തി പുറത്തിടുന്നതും കുഴിച്ചിട്ടതും ഒന്നും പുത്തരിയല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാതെ അല്ല. പക്ഷേ അത് ഇതുപോലെ പൊതുസമക്ഷത്തിൽ വന്നതെന്ന് വിളിച്ചു പറയുമ്പോൾ കുറഞ്ഞപക്ഷം അവനവൻ ഇരിക്കുന്ന സ്ഥാനത്തോടെങ്കിലും ഒരല്പം മര്യാദ കാണിക്കണം. സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് എത്ര സാധാരണക്കാരെയാണ് നിഷ്കരുണം കൊന്നു തള്ളിയത്? എത്ര പേരെയാണ് കൂടെ നടന്ന് തോളിൽ കൈയിട്ട് കുതുകാൽ വെട്ടി താഴെയിട്ടത്? കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ വിരോധം പലപ്പോഴും ആശയങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് വ്യക്തിപരമായും ആക്രമണപരമായും മാറിയിട്ടുള്ള സംഭവങ്ങൾ നിരവധിയുണ്ട്. പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. കേരള രാഷ്ട്രീയം ആശയ സംവാദങ്ങളുടെ നാടാണെന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ പലപ്പോഴും ആ ആശയങ്ങളുടെ സ്ഥാനത്ത് ആക്രോശവും വെല്ലുവിളിയും പ്രതികാരത്തിൻ്റെ ഭാഷയും കടന്നു വരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ മങ്ങി തുടങ്ങും. തിരഞ്ഞെടുപ്പ് സമയത്ത് തോറ്റു തൊപ്പിയിട്ടതിൻ്റെ അരിശം തീർക്കാൻ വേണ്ടി പൊതുസമക്ഷത്തിൽ വന്നു നിന്ന് വെല്ലുവിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ആക്രോശങ്ങൾ നടത്തിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്ന് കുറഞ്ഞപക്ഷം ഈ കമ്മികളൊക്കെ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ വാക്കും പൊതുസമൂഹം വളരെ സൂക്ഷ്മമായാണ് വിലയിരുത്തുന്നതെന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും പാർട്ടി വൈരവും പലതവണ ചർച്ചയായ സാഹചര്യത്തിൽ പൊതുവേദികളിൽ നിന്ന് ഉയരുന്ന പരാമർശങ്ങൾ സാധാരണ പ്രസംഗങ്ങളായി മാത്രം കാണാൻ കഴിയില്ല. ഇത്തരം സാഹചര്യത്തിലാണ് കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രസംഗം വീണ്ടും വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. പ്രസംഗത്തിന്റെ ഉദ്ദേശവും പശ്ചാത്തലവും സംബന്ധിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾ പൊതുജനങ്ങളിൽ എന്ത് ചിന്തയാണ് അല്ലെങ്കിൽ എന്ത് ബോധമാണ് സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുന്നതും എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഭാഷ അത് പ്രയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. T പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ചെന്ന കേസിലാണ് പ്രതികരണവുമായി കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉറഞ്ഞു തുള്ളിയത്. പാർട്ടിക്ക് ഷെഡ് മാത്രമല്ല, അതിനടിയിലുള്ളതും മാന്തിയെടുക്കാൻ ശേഷിയുണ്ടെന്നാണ് KK രാഗേഷ് പറഞ്ഞു വെച്ചത്. തിരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് കരുതി പാർട്ടി ഒലിച്ചുപോയെന്ന് കരുതേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പീറ ഷെഡ് കത്തിച്ചിട്ട് മുൻ MLA ആണെന്ന് പ്രചരിപ്പിച്ചത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോഴുള്ളത് കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാണ്. എന്നിട്ടും എന്താണ് അന്വേഷിക്കാത്തത്? സ്വന്തം ആളുകൾ പിടിക്കപ്പെടുമെന്ന ഭയമാണോ? പാർട്ടിക്ക് പുറത്ത് പോയവർ ഉള്ളിലെ കണക്കെടുത്ത് പത്രസമ്മേളനം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് KK രാഗേഷിന്റെ ചോദ്യം. പയ്യന്നൂരിൽ നാരദന്റെ പണിയെടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും KK രാഗേഷ് പറയുന്നുണ്ട്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നുവെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വരുമെന്നും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ മാറ്റാതിരുന്നതെന്നും KK രാഗേഷ് പറഞ്ഞു. KK രാഗേഷിന്റെ ആരോപണത്തിൽ മറുപടിയുമായി V കുഞ്ഞികൃഷ്ണൻ MLAയും രംഗത്തെത്തി. താൻ UDF അല്ല എന്നും സ്വതന്ത്രനാണെന്നുമാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. UDF പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ജയിക്കാൻ കഴിഞ്ഞത്. നേരിട്ടിടപെടേണ്ട വിഷയമില്ല. പാർട്ടി ഫണ്ട് വിവാദത്തിൽ CPIMന് വിശദീകരിക്കാൻ സമയമില്ലാഞ്ഞിട്ടല്ല എന്നും സംരക്ഷിക്കാനുള്ള സമീപനമാണ് നടത്തിയതെന്നുമാണ് V കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചത്. പയ്യന്നൂരിലെ അക്രമക്കേസിൽ പോലീസ് പിടിച്ചത് CPIM പ്രവർത്തകരെയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. CPIM ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കാലാകാലങ്ങളായി രാഷ്ട്രീയ അക്രമവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളിൽ ഓരോ പാർട്ടിയും തങ്ങളാണ് ഇരകളെന്നും എതിരാളികളാണ് അക്രമം നടത്തിയതെന്നും വാദിച്ചിട്ടുമുണ്ട്. നിരവധി കേസുകൾ കോടതികളിലും അന്വേഷണ ഏജൻസികളിലും പരിഗണിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിനുണ്ടായ നഷ്ടം അത് ചെറുതൊന്നുമല്ല. ഒരു തലമുറയുടെ രാഷ്ട്രീയ ബോധത്തെ തന്നെ പ്രതികാരത്തിന്റെ സംസ്കാരം സ്വാധീനിച്ചുവെന്ന വിമർശനം സമൂഹത്തിൽ ഉടനീളം ഇപ്പോൾ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും രാഷ്ട്രീയ വൈരാഗ്യം അവസാനിക്കാത്ത അവസ്ഥ ജനാധിപത്യത്തിന് ഒരിക്കലും ആരോഗ്യകരമല്ല. രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ അത്തരം വികാരങ്ങളെ ശമിപ്പിക്കുന്നതാണ് ആകേണ്ടത്, അല്ലാതെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നതല്ല. സമീപകാലത്തും CPIMനെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിവാദങ്ങൾ ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട്. ചില നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ, പാർട്ടി പ്രവർത്തകരെ ചുറ്റിപ്പറ്റിയ അച്ചടക്ക നടപടികൾ, അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നിവ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങളാണ്. ഇവയിൽ പലതും ഇപ്പോഴും നിയമപരമായ നടപടികൾക്ക് വിധേയവുമാണ്. അതിനാൽ അന്തിമവിധി വരും മുൻപ് കുറ്റക്കാരെ കുറ്റമറ്റവരെന്നോ അല്ലെങ്കിൽ കുറ്റക്കാരെന്നോ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല എങ്കിലും ഓരോ ഘട്ടത്തിലും വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ എന്താണ് എന്ന് പാർട്ടി പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ വിശ്വാസം നേടുന്നത് അതിൻ്റെ ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രതിസന്ധികളിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലൂടെയും പരാമർശിക്കപ്പെടുന്ന വാക്കുകളിലൂടെയും ഒക്കെ കൂടിയാണ്.
പാർട്ടി നേതാക്കളുടെ ഭാഷ, പെരുമാറ്റം, പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധം എന്നിവ ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉയരുമ്പോൾ അവയെ നിസ്സാരവൽക്കരിക്കുകയോ വികാരപരമായ വിശദീകരണങ്ങളിലൂടെ മറികടക്കുകയോ ചെയ്യുന്നതിനേക്കാൾ വ്യക്തവും വിശ്വസനീയവുമായ മറുപടി നൽകുകയാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ശരിയായ മാർഗം. പണ്ടത്തെ പോലെ പറഞ്ഞത് പറഞ്ഞില്ല എന്നും മാറ്റി പറയുന്നതുമൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നടക്കുന്ന കാര്യമല്ല. കാരണം സോഷ്യൽ മീഡിയ അത്ര വികസിച്ചു കഴിഞ്ഞു. ഓരോ വാർത്തയും നിമിഷ നേരം കൊണ്ടാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തുന്നത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതുന്നത് വെറും തെറ്റായ ധാരണ മാത്രമാണ് ഇന്നത്തെ കാലത്ത്. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം ഇന്ന് പുതിയ തലമുറയുടെ വിലയിരുത്തലിന് വിധേയമാണ്. അവർക്ക് വേണ്ടത് മുദ്രാവാക്യങ്ങളൊന്നുമല്ല, ഭരണത്തിലെ കാര്യക്ഷമതയും രാഷ്ട്രീയത്തിലെ പക്വതയുമാണ്. എതിരാളിയെ ഇല്ലാതാക്കേണ്ട ശത്രുവായി കാണുന്ന സമീപനത്തിൽ നിന്ന് എതിരഭിപ്രായം പറയുന്ന പൗരനായി കാണുന്ന സമീപനത്തിലേക്ക് രാഷ്ട്രീയം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കെ രാഗേഷിന്റെ പ്രസംഗത്തെ ചുറ്റിപ്പറ്റിയ വിവാദം അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഭാഷ എങ്ങോട്ടാണ് പോകുന്നതെന്ന വലിയ ചോദ്യത്തിന്റെ ഭാഗമാണത്. അധികാരത്തിലിരിക്കുന്നവരുടെ വാക്കുകൾക്ക് സാധാരണ പ്രവർത്തകരുടേതിനേക്കാൾ കൂടുതൽ വിലയുണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഭാരത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ ശക്തി അളക്കുന്നത് എതിരാളിയെ ഭയപ്പെടുത്താനുള്ള കഴിവുകൊണ്ടൊന്നുമല്ല, എതിരാളിയുടെ അഭിപ്രായം കേൾക്കാനുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്, ഉത്തരം പറയാനുള്ള തന്റേടം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലല്ല, വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണെന്ന് പറയുന്നത്. ചരിത്രം കാണിച്ചു തന്നത് ആക്രോശത്തിന്റെ രാഷ്ട്രീയം താൽക്കാലിക കയ്യടി നേടുമെങ്കിലും ദീർഘകാല ബഹുമാനം നേടുന്നത് സംയമനത്തിന്റെ രാഷ്ട്രീയമാണെന്നതാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലെ കൊടികളുടെ ഉയരം കൊണ്ടല്ല, ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന വിശ്വാസം കൊണ്ടാണ് ഒരു പ്രസ്ഥാനം വിലയിരുത്തപ്പെടേണ്ടത്, വളരേണ്ടത്. വാക്കുകൾക്ക് തീപിടിപ്പിക്കാനല്ല, മുറിവുണക്കാനാണ് ഉപയോഗിക്കേണ്ടത്. നേതാക്കളുടെ ഓരോ പ്രസംഗവും ആ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കേണ്ടതുമുണ്ട്. കാരണം രാഷ്ട്രീയ പ്രസംഗങ്ങൾ അവസാനിച്ചാലും അവ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ കാലം സമൂഹത്തോടൊപ്പം നിലനിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും കമ്മികൾക്ക് നേരം വെളുക്കില്ല എന്നറിയാമെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ, അല്ലെങ്കിലും പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഗേഷ് ഇങ്ങനെ തന്നെ പ്രതിരോധിക്കണം. കാരണം പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ കപ്പിത്താന് കർണന്റെ അവതാരമാണ് കെ രാഗേഷ് എന്ന്. അപ്പോൾ കപ്പിത്താനും കപ്പലും മൂക്കോളം മുങ്ങുമ്പോൾ എന്തിനേയും ഇതുപോലെ അക്രമ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞു തന്നെ പ്രതിരോധിക്കണം.